സൈനിയുടെ മകനാണ്, പുതിയ തലമുറയാണ്, പയ്യനാണ്. ഇവരൊക്കെ കൊച്ചിലെ മുതലേ നമ്മൾ കാണുന്നില്ല. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഒരിക്കലും ഒരു ജൂനിയർ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള കഥകളും ഇല്ല. പണ്ടത്തെ പോലെ ഇപ്പം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിനകത്ത് വരുമല്ലോ. അപ്പൊ തലേ ദിവസം രാത്രി എന്നൊക്കെ പറഞ്ഞ് ചില തന്നെ വരുമല്ലോ വീഡിയോസ്. നമ്മുടെ സണ്ണി വേണ പോലെ ഞാൻ രാത്രിയിൽ പല വഴിയിലൂടെ കിണ്ടി അന്വേഷിച്ച് നടന്നിരിക്കും. നിങ്ങൾ പിന്നാലെ നടന്ന് നീ എന്താ സണ്ണി ഉറങ്ങുന്നില്ലേ, കിണ്ടി അന്വേഷിച്ച് ഇറങ്ങണ്ടല്ലേ. ഇപ്പൊ മണിയമ്പള രാജുവിന്റെ തന്നെ പുള്ളി ഡ്രൈവർ എടുത്ത് പറഞ്ഞു ആ ഭാഗം വരുമ്പോ നല്ല സ്പീഡിൽ പോയി. അമ്പലം കഴിഞ്ഞ് ഒരു 10 കിലോമീറ്റർ ഫുൾ സ്പീഡിൽ പോയിക്കണം. കുറെ നേരം കഴിഞ്ഞപ്പോ എണീറ്റപ്പോഴത്തേക്ക് വണ്ടി നിൽക്കുക. ഡോറ് തുറന്നപ്പോ ഒരു ചങ്ങല ഡോറി വന്ന് അടിച്ചു. പെട്ടെന്ന് നോക്കുമ്പം മറ്റവൻ ഇതെല്ലാം മറന്നിട്ട് കാർ അവിടെ അങ്ങോട്ട് ഒതുക്കിയിട്ടിട്ട് മൂത്രമൊഴിക്കാൻ മുകേഷേട്ടന് പറഞ്ഞ് തെറ്റെടുത്തോളാം, കൂടെ അലൻസിയാറിനും കിട്ടുന്നു പറഞ്ഞു. ഞാൻ ഉർവശിയെടുത്ത് പറഞ്ഞു നമുക്കൊരു ചെറിയ കളി, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളതാരാണ്. അപ്പോഴാണ് ഉർവശിക്ക് അതിന്റെ ഒരു ചതി മനസ്സിലായത്. അവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഉർവശി അവരെയാണ് ഇഷ്ടപ്പെടുന്നത്. ഭക്ഷണം കൊണ്ടുവരുന്ന ആള് വരെ നീ ഞാനോ മറ്റോ ആണോ. പ്രൊമോഷന് സുധീർക്കരമനെ കൊണ്ടുവന്നോ പറയുന്നത്. നമുക്ക് നിക്കി ബീച്ചിൽ പോവാം. പഠിക്കാനല്ല, നമുക്ക് ആ വിഷയത്തിലേക്ക് മാറാം. നമ്പർ 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്കാഡമി JM അക്കാഡമി, കമ്മിറ്റഡ് ടു എക്സലൻസ്. മികച്ച പരിശീലനത്തിലൂടെ ഉന്നത വിജയം നേടാം. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ച മീഡിയ. ചോദിച്ച് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകുന്നത് ഇപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ലേറ്റസ്റ്റ് ഏറ്റവും അടുത്ത് റിലീസാകാൻ പോകുന്ന മൂവി. ഈ മൂവിയുടെ പേരാണ് അയ്യർ ഇൻ അറേബ്യ എന്ന് പറയുന്ന മൂവി, അയ്യർ ഇൻ അറേബ്യ. അപ്പോൾ ഇന്ന് ആ മൂവിയിലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 4 പേര് ഫ്രം ദ ഡയറക്ടർ ആൻഡ് മുകേഷ് ഏട്ടാ, വെൽക്കം. തീർച്ചയായിട്ടും. ഷൈൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത്. ഷൈൻ്റെ അതിന് മുമ്പുള്ള പടത്തിന് ഓരോ മാസത്തിലും ഇൻ്റർവ്യൂ ഉണ്ട്, കാരണം പടങ്ങൾ ഏറ്റവും കൂടുതൽ ഇറങ്ങും. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. കമൽ സാറിൻ്റെ പടത്തിൻ്റെ ഇൻ്റർവ്യൂവിനാണ് നമ്മൾ ചെയ്തത്. 100 പടം 1000 ഇൻ്റർവ്യൂ കഴിഞ്ഞു. പണ്ടൊരു പോസ്റ്ററിന്റെ ബലത്തിലല്ലേ നമ്മളൊരു പടം ഇറക്കി ആൾക്കാരെ കയറ്റിയിരുന്നു. അതെ, ഇന്നിപ്പോൾ എന്തൊക്കെ പരിപാടികൾ. സോഷ്യൽ മീഡിയ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ പ്ലാറ്റ്ഫോമേ ഇല്ലായിരുന്നല്ലോ ആ സമയത്ത്. സുധീരേട്ടാ, ആസ് ഓൾവേസ് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ അല്ലെങ്കിൽ ഏതൊരു മൂവിയുടെയും പില്ലർ എന്ന് പറയുന്നത് ഇക്കാ നിഷാദ് ഇക്ക. വെൽക്കം ദ ഓൾ ടീം. പറയൂ, ഇതിൻ്റെ സന്തോഷം എന്താണ്? അയ്യർ ഇൻ അറേബ്യ എന്താണ് പരിപാടി? ഇതിലൊരാൾ മിസ്സിംഗ് ആണ്, ധ്യാൻ. മുകേഷ് ചേട്ടാ പറയൂ. അയ്യർ ഇൻ അറേബ്യ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ വരുമ്പം നാച്ചുറലി ഇത് ഫാമിലിയായിട്ട് കാണേണ്ട സിനിമയാണ്, ഇത് ഭയങ്കര തമാശയുള്ള സിനിമയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെ. പക്ഷേ അതിനകത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ കാണേണ്ടത്? നിങ്ങൾ കണ്ട് തീരുമാനിക്കുക, അത് വേറെ കാര്യം. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചു, എന്തുകൊണ്ട് നിങ്ങളത് കാണണമെന്ന് പറയുന്നു, എന്തുകൊണ്ട് വിജയിപ്പിക്കണമെന്ന് പറയുന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ടച്ച് ചെയ്ത് പോകണം. ഇപ്പോൾ അയ്യർ, ശ്രീനിവാസ അയ്യർ എന്നുള്ള ഈ കഥാപാത്രം തുടക്കത്തിൽ ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയാൻ കൽപ്പകവാടി അദ്ദേഹം ആദ്യം നിഷാദ് വിളിച്ച് പറഞ്ഞു, പിന്നെ ചെറിയാൻ കൽപ്പകവാടി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് അത് വിടരുത്, അത് ചെയ്യണം, മുകേഷിന് പറ്റിയ കഥാപാത്രമാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ജിജ്ഞാസയായി, ഇതെന്തപ്പോൾ എനിക്ക് പറ്റിയ. അപ്പം ചെറിയാൻ കൽപ്പകവാടി അല്ല അത് എഴുതുന്നത്, അദ്ദേഹം കഥ കേട്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ കഥ കേട്ടപ്പോഴത്തേക്ക് ശരിക്കും ഒരു ഉത്തരവാദിത്തമുള്ള ഒരാൾ, ഞാനൊരു MLA കൂടാണ്, പിന്നെ ഒരു സീനിയർ ആക്ടറാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അയ്യർ ചെയ്യേണ്ട ഒരു സിനിമയാണ്, ഒരു റോളാണ്. നമ്മൾ മലയാളികൾ എപ്പോഴും ഒരുപാട് വായിക്കുന്നവരും ഒരുപാട് TV കാണുന്നവരും ഇൻ്റർവ്യൂസ് കാണുന്നവരും അങ്ങനെ ഒരു സംഘം സാക്ഷരതയുടെ മുകളിൽ നിൽക്കുന്നവരായിട്ട് നമ്മൾ അഹങ്കരിക്കുകയും, ചിലപ്പോഴൊക്കെ സത്യമാണ്, മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ സാക്ഷരരാണ്. പക്ഷെ ചില കാര്യങ്ങൾ മുൻവിധിയോടുകൂടി നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിപ്പോയാൽ അത് തിരിച്ചുവിടാൻ ഈഗോ സമ്മതിക്കുന്നില്ല. അങ്ങനെ അല്ലായിരുന്നു മലയാളികൾ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ. ഏറ്റവും വലിയ ആൾക്കാർ, പ്രത്യേകിച്ചും കലാ സൃഷ്ടികളുടെ മുമ്പിൽ, നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ അവർ വന്നിരിക്കുമ്പോൾ അവരെ പറ്റിയാണ് വിമർശനമെങ്കിൽ, അവർ ചെയ്ത തെറ്റാണ് തിരുത്തണമെന്ന് പറഞ്ഞ് അവർ
രണ്ടും അങ്ങോട്ട് കൈ നീട്ടി സ്വീകരിക്കും. ആ സഹിഷ്ണുത ഉണ്ടായിരുന്നു. അവർ തന്നെ പറയും താങ്ക് യു വെരി മച്ച്, നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് കലാകാരന്മാരും സാധാരണ ആൾക്കാരും, ഇനി മതമേലക്ഷ അധ്യക്ഷന്മാരാകാം, ഏറ്റവും വലിയ പോലീസ് ഓഫീസർമാരാകാം, മുഖ്യമന്ത്രിയാകാം, അവരെല്ലാവരും തന്നെ കലാകാരന്മാർക്ക് ഒരു വലിയ സ്ഥാനം കൊടുത്തിരുന്നു. അതാണ് നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് ഈഗോ കയറുക, ഞാൻ പിടിച്ച മുയലിന് 6 കൊമ്പ് 10 കൊമ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ കൊണ്ടുപോകും. അത് പൊളിച്ചടുക്കിയില്ലെങ്കിൽ കേരളം നമുക്ക് നഷ്ടപ്പെടും, നമ്മളുടെ കല നമുക്ക് നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ, സ്വയം തെറ്റുതിരുത്തൽ. ഇപ്പം അയ്യർ പണ്ട് ഇതെല്ലാം അടിച്ചു പൊളിച്ചിരുന്ന ഒരാളാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു, തിരുവനന്തപുരത്ത് തന്നെ. ഒരുപാട് ഫ്രണ്ട്സും, അതിനിടയ്ക്ക് വൈഫ് ഉർവശി, അത് ഞാൻ പിന്നെ പറയാം, ഫ്രണ്ട്സുമായിട്ട് അത്യാവശ്യം പിന്നെ ടൂർ പോവുക, പിന്നെ പ്രണയിക്കുക, എന്തെങ്കിലും തരത്തിലുള്ള എക്സൈറ്റ്മെന്റ് എല്ലാം ചേർന്ന് പെട്ടെന്ന് നമ്മളിതൊന്നും പാടില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മൾ കുറച്ചുകൂടെ റിഫൈൻഡ് ആണ്. അതാണ് നമുക്ക് കണ്ടിട്ടുള്ള മുഖേഷ് അങ്ങനെയാണല്ലോ. അതെ. അപ്പൊ ആ തെറ്റിദ്ധാരണ ഈ സിനിമയിലുള്ള ഒരു സഞ്ചാരത്തിൽ നമ്മൾക്ക് മനസ്സിലാവുകയാണ് വിത്ത് ഹ്യൂമർ. ഞാൻ എപ്പോഴും പറയും, ഇപ്പം ഞാൻ ഈ തമാശ പടങ്ങളെല്ലാം ഒരുപാട് എടുക്കുന്നവരുടെ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആൾ, സിദ്ദിഖ് ലാലാണെങ്കിലും പ്രിയനാണെങ്കിലും, അവരുടെയൊക്കെ ഒരു ഫോർമുല ഉണ്ട്. അതൊരു വലിയ ഫോർമുലയാണ്. നമ്മൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ അത് തമാശ രൂപത്തിൽ പറയണം. അവർക്ക് എതിർക്കാനും പറ്റത്തില്ല, വഴക്കിടാനും പറ്റത്തില്ല, കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും. കൊള്ളേണ്ടത് കൊള്ളുകയും. അതൊരു ഭയങ്കര ഫോർമുലയാണ്. അതിന് 100% ഈ അയ്യർ സിനിമയിലുണ്ട്. പിന്നെ അതിനകത്ത് ഇംപ്രവൈസേഷൻ കാര്യങ്ങളും ഒക്കെ വന്നിട്ട് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തമായ റോളുകളുണ്ട്. സ്പേസ്. ധ്യാനാണെങ്കിലും ഉർവശി എന്ന് പറഞ്ഞ ഉർവശിയുടെ കൂടെ ഒരു സിനിമ അഭിനയിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റീജനുവിനേഷനാണ്. കുറച്ച് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ വേറെ ഇത് വരുമ്പോഴത്തേക്ക് ഒരു ചലഞ്ചിങ്ങാണ്. അപ്പോൾ അത് ഉർവശിക്കും അത് തന്നെയാണ്. ഉർവശി അത് പറയുമ്പോൾ നമ്മൾ ഇത് പറയണം, ഇല്ലെങ്കിൽ നമ്മൾ ഡള്ളായി പോകും. ഉർവശിയും അങ്ങനെ തന്നെ ചിന്തിക്കുന്നുണ്ട് കാലാകാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട്. അപ്പൊ ഇതിനകത്തൊക്കെ നമ്മളെ ഏറ്റവും വലിയ ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബ്ലഡ് ഇസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറയുന്ന പോലെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ, മലയാളിയെ പോലെ ദൃഢമായിട്ടുള്ളൊരു കുടുംബ ബന്ധം വേറൊരു സ്ഥലത്തും ഇല്ല. നമ്മൾ വഴക്കിടും, നമ്മൾ പരിഹസിക്കും, പക്ഷെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിഫെൻഡ് ചെയ്യും നമ്മൾ. അതാണ് രക്തബന്ധം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഫ്രണ്ട്ഷിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവസാനം സിനിമ കണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ, ആ ഒരു ബന്ധത്തിൻ്റെ മുകളിൽ മലയാളി ഇല്ല. ആ ഓർമ്മപ്പെടുത്തലാണ് അയ്യർ ഇൻ അറേബ്യ. പക്ഷെ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ നമ്മൾ പറഞ്ഞതാണ്, അതും 100ാമത്തെ മൂവി എന്ന് പറയുന്നതും കമൽ സാറിൻ്റെ മൂവിയിൽ ആ 100ാമത്തെ മൂവി എന്നുള്ളൊരു ടാഗ് വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അന്ന് പടത്തിൽ അഭിനയിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 100, 200 അങ്ങനത്തെ എണ്ണത്തിനൊന്നും പ്രാധാന്യമില്ല. നമ്മൾ എത്ര ചെയ്താലും അടുത്ത മൂവിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എത്ര ചെയ്താലും മതിയാവില്ല. കമൽ സാറ് ഇപ്പം ഈ പെർട്ടിക്കുലർ പടത്തിൽ, ഇതിന് മുമ്പ് ചെയ്ത പടത്തിൽ എന്തെങ്കിലും അഡ്വൈസസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നോ? ആര്? കമൽ സാറ്. ഇതിന് മുന്നേ ചെയ്ത പടം എന്ന് പറഞ്ഞാൽ കമൽ സാറിൻ്റെ വിവേകാനന്ദൻ സിനിമയുടെ കാര്യത്തിൽ. ഇല്ല, ഞാൻ സാറിൻ്റെ കൂടെ 7-9 വർഷം വർക്ക് ചെയ്തതല്ലേ. അതെ, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം ഇപ്പൊ നമ്മള് ഷൈൻ ടോം ചാക്കോ വന്ന് പുതിയ ഗോൾഡ്. അപ്പം എനിക്ക് അങ്ങനെ പുതിയതായിട്ട് വന്നൊരു നടൻ എന്നെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു, എന്നെ മനസ്സിലായോ? ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഗോൾ എന്ന് പറഞ്ഞ സിനിമയിൽ അസിസ്റ്റന്റ് ആയിരുന്നു. കമലിന്റെ പടത്തിൽ ഞാൻ അതിനകത്ത് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അന്നൊക്കെ നല്ല ഡീസന്റ് ആയിട്ടുള്ള ആളായിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ടർ ഷുഡ് ഇൻഡീസന്റ്. മനസ്സിലായോ?
ഇൻഡീസൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാണ് എല്ലാതരം ഇമോഷൻസും പെട്ടെന്ന് കരയെ ചിരികെ ദേഷ്യപ്പെടും എന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഡീസൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് കൊണ്ട് എന്തെങ്കിലും വാ തുറന്നു ഓരിട്ട് ഇളക്കിയ അയാൾ പറയോ? അപ്പൊ നിങ്ങൾക്ക് ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് എന്താ വേണ്ടത്? ഇൻഡീസൻ്റ് ആയിട്ടുള്ള പെരുമാറ്റമാണെങ്കിലും പെർഫോമൻസ് അല്ലേ വേണ്ടത്. കറ നല്ലതാണെന്ന് പറയില്ല ചില സമയങ്ങളിൽ. അല്ലല്ല, വെട്ടി തുറന്ന് പറയണം. നടന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള അദ്ദേഹം, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, അപ്പം ഒരു പ്രധാനപ്പെട്ട ഒരു നടനായിരുന്നു. അപ്പൊ അദ്ദേഹം ആരടുത്തും ദേഷ്യപ്പെടില്ല, ആരെയും വിഷമിപ്പിക്കില്ല. കറക്റ്റായിട്ട് ഷൂട്ടിങ്ങിന് വരുന്നു, പോകുന്നു. എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. നല്ല സാധു മനുഷ്യൻ. സിനിമയുടെ ഒരു രീതി ഞാൻ പറയാണ്. ഇപ്പൊ ചെന്നൈയിലാണ് അന്ന് ഷൂട്ടിംഗ് ഒക്കെ. അപ്പൊ അദ്ദേഹത്തിന് 9 മണിക്ക് കോൾ ഷീറ്റാണ്. അദ്ദേഹം വീട്ടിൽ നിൽക്കുന്നു, വണ്ടി കാണുന്നില്ല, കാറ് വരുന്നില്ല. അയ്യോ, അവരെല്ലാരും വിഷമിക്കുമായിരിക്കുമല്ലോ. അപ്പൊ എന്താ ബ്രേക്ക് ഡൗൺ ആയിപ്പോയി കാറ്. അപ്പൊ ഇയാള് നോക്കുന്നു 9:30 അയ്യോ, ഷൂട്ടിംഗ് ആണ്, ചെന്നില്ലെങ്കിൽ ഭയങ്കര എന്നൊക്കെ പറഞ്ഞ അവസാനം ഒരു ഓട്ടോറിക്ഷ ഇയാള് തന്നെ പിടിച്ചിട്ട് ലൊക്കേഷനിൽ ചെന്നു. എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചു. അത് വഴിയിൽ വെച്ചിട്ട് അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ കണക്ക് ആ ഒരു മനസ്സെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്ത് ഷൂട്ടിംഗ് നടന്നു. പിറ്റേ ദിവസം പ്രൊഡ്യൂസർ പറഞ്ഞു, അയാൾക്ക് കാർ അയക്കണ്ട, ഓട്ടോറിക്ഷ വന്നോളൂ എന്ന്. അതാണ് സിനിമ. അപ്പൊ വെട്ടി തുറന്ന് ഷൈൻ ടോം ചാക്ക പോലുള്ള ആൾക്കാർ വേണം. നമ്മൾ ഷൈ ആയി നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഷൈ ആയി നിന്നുകൊണ്ട് നമുക്ക് ഗമാന്ന് ലക്ഷണം പെട്ടെന്ന് സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ഈ ചമ്മല് മാറണം. ചമ്മല് മാറണമെങ്കിൽ ആദ്യം അമിളി പറ്റണ്ടേ. അമിളി പറ്റണമെങ്കിൽ കുരുത്തക്കേട് ഉണ്ടായിരിക്കണ്ടേ. ഈ കുരുത്തം എന്തെങ്കിലും പരിപാടി ചെയ്ത് എല്ലാവരും മുന്നിൽ നാറുമ്പോഴാണ് അവന്റെ ചമ്മല് മാറുക. അങ്ങനെയുണ്ട്. സ്റ്റേജിൽ കയറിയിട്ട് എന്തെങ്കിലും തെറ്റിച്ച് കഴിഞ്ഞാലാണ് മാറി കുഴപ്പമില്ല, നനഞ്ഞു, ഇനി കുളിച്ചങ്ങോട്ട് കയറാം എന്നുള്ള രീതിയിലാണ്. എല്ലാ ആക്ടേഴ്സും ഷൈ ആയിരിക്കും അല്ലേ? അല്ല, നമ്മള് ഒരുപാട് പേരുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഈ മിമിക്രിയിൽ നിന്ന് വരുന്നവര്, കഥാപ്രസംഗത്തിൽ നിന്ന് വരുന്നവർ, നാടകത്തിൽ നിന്ന് വരുന്നവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് കുറവായിരുന്നു. പക്ഷെ അവരെയൊക്കെ നമ്മളൊരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രവൈസ് ചെയ്യാനുള്ള വലിയ കഴിവ്, എവിടെയാണ് ഭയങ്കര കുഴപ്പം വരുമ്പോഴത്തേക്ക് അതിനെ അതിജീവിക്കാൻ, ഇതെല്ലാം എക്സ്പീരിയൻസ് കൊണ്ടാണ്. ആൾക്കാർ സ്റ്റേജിൽ നിന്ന് ആളുകൾ കൂവുമ്പോഴാണ് ഇതിന്റെ മുകളിൽ എങ്ങനെ വരാം എന്നുള്ള ആ പാതയിലൂടെ സഞ്ചരിച്ചെങ്കിലേ കിട്ടത്തുള്ളൂ. അല്ലാതെ നോ തിയറി ഇങ്ങനെ അത് ആ സമയത്തുള്ള. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല, മുന്നോട്ട് പോകാം. ഉള്ള പോലെ സ്ട്രെയിറ്റ് ആയിട്ട് പോവാ. കാര്യങ്ങൾ നമ്മുടെ സണ്ണി വേണ പോലെ ഞാൻ രാത്രിയിൽ പല വഴിയിലൂടെയും കിണ്ടി അന്വേഷിച്ച് നടന്നിരിക്കും. നിങ്ങൾ പിന്നാലെ നടന്ന് നീ എന്താ സണ്ണി ഉറങ്ങുന്നില്ലേ, കിണ്ടി അന്വേഷിച്ച് ഇറങ്ങണ്ടല്ലേ? ഒരു കലാകാരൻ എല്ലാ വഴികളിലൂടെ സഞ്ചരിക്കണം. വേഴ്സറ്റൈൽ ആയിരിക്കാം. വേഴ്സറ്റൈൽ അല്ല, എല്ലാ വഴികളിലൂടെ സഞ്ചരിക്കണം. അല്ലാതെ എനിക്കത് ചെയ്യാറില്ല, എനിക്കത് ചെയ്യാറില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. സുധീരേട്ടാ പറയൂ. അറേബ്യ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു പ്രത്യേക രസമുള്ള ഒരു കാരിക്കേച്ചറാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ജഗൻ രാജ് ദുബായിലില്ല, നമ്മളിവിടെ ഫ്ലാറ്റിലാണ്. ദുബായ് ലൊക്കേഷനിലില്ല, പകുതി ട്രിവാൻഡ്രവും പകുതി ദുബായിലാണ്. അങ്ങനെയാണ്. ഞാൻ ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള ഏരിയയാണ് ഫ്ലാറ്റ്. അതൊരു കൂട്ടുകുടുംബം അല്ലാതെ ഒരു ഫ്ലാറ്റ് ജീവിതം കാണിക്കുന്നുണ്ട്. സിനിമയുടെ പകുതി അതാണ്. ദുബായിലായിരുന്നു രസമല്ലേ? ഇവിടെ ആരും കാണാനില്ല, ഷോട്ടിന്റെ ഇടയിൽ വന്ന് വീഴുക. ദുബായ് അടിച്ചു പൊളിച്ചു. ദുബായിൽ പിന്നെ എന്തിനാ ഒരു കാരിക്കേച്ചറാണ് ജഗൻ രാജ് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റ് ജഗൻ രാജ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആയിട്ട് സാമ്യമുണ്ടെങ്കിൽ അത് സാങ്കല്പികമാണ്. ഞാൻ എൻ്റെ 10ാമത്തെ സിനിമയാണ്. ഏറ്റവും ഡിഫറൻ്റായിട്ട് ഞാനിപ്പോൾ പ്രേക്ഷകരുടെ മുമ്പിൽ വന്ന് എൻ്റെ സിനിമയെപ്പറ്റി ഒരുപാട് പറയുന്നതും ശരിയല്ല. പക്ഷെ ഒരു ക്യാമറ ഇതുപോലെ തന്നെ ഒരു ഫ്ലാറ്റിലും പിന്നെ ദുബായിലേക്ക് എൻ്റെ ക്യാമറ തിരിച്ചു വെച്ച് കുറച്ച് ജീവിതങ്ങൾ കാണിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഭാഗ്യവാൻ. എനിക്ക് ഇത്തരം താരങ്ങളുമായി അല്ലെങ്കിൽ ഇത്രയും നടീനടന്മാരുമായിട്ട് സഹകരിക്കാൻ പറ്റി എന്നുള്ളത്. എല്ലാ കഥാപാത്രങ്ങളും അവരവരുടെ റോൾസ് നന്നായിട്ട് ജസ്റ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ കഥാപാത്രങ്ങളും സുധീർ സൂചിപ്പിച്ച ഒരു കാരിക്കേച്ചർ സ്വഭാവം. ഇപ്പം അയ്യരുടെ ക്യാരക്ടറിന് തന്നെ ഞാനൊരു ഡിഫറെൻറ്റ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് തന്നെ മുകേഷ് ഏട്ടൻ അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഉർവശി ചേച്ചി ആണെങ്കിലും ഒരു ചരിത്ര അധ്യാപികയാണ്. അപ്പം ഝാൻസി റാണി എന്നാണ് പിന്നെ ആ ക്യാരക്ടറിൻ്റെ പേര്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം സുധീറിൻ്റെ അഡ്വക്കേറ്റ് ജഗൻ രാജാണ്.
അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ ആദ്യം തന്നെ ഫിക്സ് ചെയ്യുമ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പോൾ സുധീറൊക്കെ എൻ്റെ ഒരു കുടുംബത്തിലെ അംഗമാണ്. ഇപ്പോൾ ജനാർദ്ദൻ സാറും എൻ്റെ ഫാദറും ഒരു അടുത്ത സുഹൃത്തുക്കളാണ്. ആ സൗഹൃദം ഞങ്ങളിലേക്ക് പകരുകയും എൻ്റെ ആയുധം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ വരുമ്പോൾ ഞാൻ കടലിൻ്റെ അകത്തൊക്കെ തള്ളിവിടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊല്ലാൻ നോക്കി അപ്പോൾ അയാൾ കയറി വരുന്ന സമയമായിട്ട് എന്ത് പറഞ്ഞാലും അയാൾ ചെയ്യുമല്ലോ. അയാൾക്ക് അഭിനയിക്കണമെന്നുള്ളതാണ് ഏറ്റവും വലിയത്. അപ്പൊ റിസ്ക് എടുക്കും. അന്ന് കൊല്ലാൻ ശ്രമിച്ചു, ചത്തില്ല. പിന്നെ എല്ലാ പടത്തിലേക്ക് എടുക്കാൻ അങ്ങനെയാണ് കൂടെ. അപ്പോ ഈ കോവളത്ത് അകത്ത് പോകുന്നതിന് മുമ്പ് കയറാൻ തന്നെ ഞാൻ ചോദിച്ചു, നീന്തലറിയാമോ ചോദിച്ചു. നീന്തലറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പോയി. അതൊരു സംബന്ധിച്ചാല് മറ്റേ ആയുധം സിനിമയുടെ ഷൂട്ടിന് എന്നെ അടുത്ത് വണ്ടി വന്നു പോയി ബീച്ചിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരിക്കുക, നമ്മളെല്ലാവരും ഇരിപ്പുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ ഓരോ വള്ളം ഇങ്ങനെ കടലിലേക്ക് പോകാനായിട്ട് അപ്പൊ തിരമാല അടിച്ച് തിരിച്ചു വരണു. അപ്പൊ നമുക്കിതും ചിരിയാ, എങ്ങനെ പോകുമെന്ന്. കുറെ കഴിഞ്ഞ് അതേപോലെ വള്ളത്തിൽ കയറിയിട്ട് അങ്ങ് പോയി. ഇത് കയറി ഇരിക്കുകയാണെങ്കിൽ ആകപ്പാടെ വെപ്രാളമായി കയറാതിരിക്കാനും വയ്യ. കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഫോൺ ഓഫ് ചെയ്യല്ല, ഫോൺ വെച്ചേക്കിനെ. അന്ന് പഴയ ആദ്യത്തെ അംബാനിയുടെ ജിയോ ഫോണ് അത് കയ്യിൽ വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ കയറി താഴെ പിടിച്ച് കിടക്കുക. നീന്താൻ അറിയില്ല. അങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പൊ കൂടെ ഒരു 3-4 പിള്ളേരും കൂടെ ഉണ്ട്. അങ്ങോട്ട് പോയി. അല്ല ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ കൂടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് പറഞ്ഞു, തുഴയുന്ന ആളെ പറഞ്ഞു തുഴച്ച് മോട്ടർ നിങ്ങൾ പറയാന്നെങ്കിൽ ലൈഫ് ജാക്കറ്റ് എടുത്ത് ഇട്ടനേല്ലോ. അതും ഇല്ല എന്ന് മനസ്സിലായി. എന്നിട്ട് നിർത്തുന്നില്ല, അങ്ങ് പോയി ചെന്നിട്ട് സൺസെറ്റിന്റെ സമയത്ത് ആണ് തിരിച്ചു വരാനായിട്ട് പറയുന്നത്. തിരിച്ചു വരുമ്പോ ഇദ്ദേഹം ഫോണിലൂടെ പറയുക, സുധീർ എഴിച്ച് മുമ്പില് കാല് വള്ളത്തിൽ ചവിട്ടി തന്നെ കിടക്കാൻ പാടുള്ളൂ. അയാൾക്ക് ഞാൻ അത്രയും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണമല്ലോ. ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ ശംഖുമുഖത്ത് ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് ആയിട്ട് നിൽക്കുക. പണ്ട് ഒരു സോങ് എടുക്കുന്നതിന്റെ ഞാൻ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ഏതാണെന്നറിയോ? രാജീവ് കുമാറിന്റെ മായാമഞ്ചൽ എന്ന് പറഞ്ഞ പാട്ട്. അതായിരിക്കണം. അതായിരിക്കും. അവിടെ ചെന്നപ്പം ചാളത്തടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഒരു ചെറിയൊരു ഇങ്ങനൊന്നും ഇല്ല, വള്ളത്തിന്റെ ഇങ്ങനൊന്നും ഇല്ല, 2 തടി കെട്ടിയിട്ടിട്ട് അതിനകത്തുനിന്ന് ഈ ഷൂട്ടിങ് അവിടെ നിന്ന് കാണാമല്ലോ. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കുറെ പിള്ളേര് ഇത് ചാളത്തടിയും വെച്ചുകൊണ്ട് വരുന്നു. ഉടനെ ഞാൻ എല്ലാവരും കൈ കാണിച്ച് കുറച്ച് തിര വരുമ്പോഴത്തേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പൊ അതിലൊരു പയ്യൻ എന്നെ വിളിച്ച്, ചേട്ടാ വാ. ചേച്ചി എവിടെ? ഒരു റൗണ്ട് അടിച്ചിട്ട് ഒരു രസം. അത് പറയുന്നതിന്റെ ഇടയ്ക്ക് അവൻ വീഴുന്നു, പിന്നെയും കീറുന്നു. അതിലാണ് റൗണ്ട് അടിക്കുന്നത്. ഒന്ന് ചുറ്റിയൊരു വരെയാണ്. ഇവിടെ പിള്ളേര് ഷീറ്റ് ഇട്ടിട്ട് പോകും. ചെറിയ പിള്ളേര്. അതുപോലെ എല്ലാ താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും വളരെ മനോഹരമായി. ധ്യാനാണെങ്കിലും ദുർഗാകൃഷ്ണയാണെങ്കിലും ജാഫ്രഡിക്കയാണെങ്കിലും എല്ലാവരും. അലൻസിയർ ഫിലിപ്പേനി ഗേളുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ഫിലിപ്പേനി ഗേളുണ്ട്. അലൻസിയറിന് ഒരു പുതിയ ഗെറ്റപ്പ്, അലൻസിയറിന് ഒരു പുതിയ ഗെറ്റപ്പ് കൊടുത്തിട്ടാണ്. അപ്പോ പിന്നെ അതില് ജാഫ്രിക്ക് ഞാൻ പറഞ്ഞു, സ്വാഭാവികമായിട്ട് ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ആ കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സിനിമയിൽ ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഹ്യൂമറിന്, മുകേഷ് ഏട്ടൻ പറഞ്ഞ പോലെ ഒരു ഹ്യൂമറിന്റെ മെമ്പടിയോടെയാണ് ചെയ്തിരിക്കുന്നത്. ആർക്കും ദോഷം വരില്ല, ആർക്കും ദേഷ്യവും വരില്ല. പക്ഷെ എല്ലാവരും ആസ്വദിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ സിനിമയിൽ ഇപ്പോൾ ധ്യാൻ നമ്മുടെ കൂടെ ഇല്ല, ധ്യാൻ ഇതിലൊരു നല്ല ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം മുകേഷ് ഏട്ടൻ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ശ്രീനിവാസൻ ചേട്ടൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ, എത്രയോ നല്ല നല്ല കോമ്പിനേഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ധ്യാൻ്റെ കൂടെ ഷെയിമിലാണെങ്കിലും ഇപ്പം ശ്രീനിയേട്ടൻ്റെ കൂടെയും അല്ലെ ശ്രീനിയേട്ടനും ധ്യാനും അവർക്ക് രണ്ടുപേരും തമ്മിൽ ഒരു സാമ്യത എന്തായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സാമ്യത ഇല്ലായ്മയും എന്തായിരിക്കാം? അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരേപോലെ ഉള്ളതും ഇല്ലാത്തതും നോക്കുവാണെങ്കിൽ. അല്ല, അങ്ങനെ പ്രത്യേകിച്ച് സാമ്യത ഒന്നും ഇല്ല, എന്നാൽ ഉണ്ട് താനും. കാര്യം ശ്രീനി ഞാൻ ഒരു കാലഘട്ടം മുഴുക്കെ ഞങ്ങൾ എല്ലാം ഭയങ്കരമായിട്ട് തുറന്ന പുസ്തകങ്ങളായിരുന്നു. അപ്പം ധ്യാൻ വന്നപ്പം ഞാൻ വിനീതുമായിട്ട് അത്രയ്ക്ക് അഭിനയിച്ചിട്ടില്ല. 1-2 പടത്തിലൊക്കെ ഓർമ്മയുണ്ടോ ഈ മുഖം, അതൊക്കെ അങ്ങനെ കുറച്ച്. ഇതിപ്പോൾ കുറെ അടുപ്പിച്ച് 2 സിനിമകൾ ചെയ്തിരുന്നു. അപ്പം ഞാൻ ശരിക്കും മനസ്സുകൊണ്ട് ആദ്യം ശ്രീനിയുടെ മകനാണ്, പുതിയ തലമുറയാണ്, പയ്യനാണ്, ഇവരൊക്കെ കൊച്ചിലെ മുതലേ നമ്മൾ കാണുന്നില്ല. അപ്പൊ ആ ഒരു ഇത് ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ഡേ തന്നെ ഒരിക്കലും ഒരു ജൂനിയർ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള കഥകളും
ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് ഇവ ഇത് എൻ്റെ അടുത്ത് പറയാൻ പാടുണ്ടോ? അവൻ അതിനെക്കാട്ടി ഭയങ്കര സ്പീഡിൽ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ ശ്രീനി അടുത്ത് ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല. അല്ല, ധ്യാനും അച്ഛന്റെ അടുത്ത് ഇത്ര ഓപ്പൺ ആവാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതായിരിക്കും അവരിപ്പോ ഭയങ്കര സംഭവമായി. അതിപ്പോ ദുൽഖറും പറഞ്ഞില്ലേ, അവിടെ മമ്മൂക്കയുടെ അടുത്ത് എത്ര ഓപ്പൺ ആയിട്ടില്ല, പക്ഷെ എന്റെ കൂടെ അഭിനയിച്ചപ്പോഴാണ്. അതെ 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 അതെ, നിങ്ങളുടെ കോമ്പോ അടിപൊളി കോമ്പോ ആണല്ലോ ആ ഒരു. അപ്പൊ ആ ഒരു വ്യത്യാസം എന്തായിരിക്കാം ഒരു തമ്മില്? ഒന്നുമില്ല, ഈ ആക്ടിങ് സംഭവം വന്നു കഴിഞ്ഞാൽ ഒരു സഹപ്രവർത്തകനല്ലേ, പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. തമാശയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. ഒരു കാര്യം ചോദിക്കണം, മുകേഷേട്ടൻ്റെ കഥകൾ നമുക്കെല്ലാം ഇപ്പം നേരത്തെ ഫസ്റ്റ് ടൈം പറഞ്ഞ പോലെ ഭയങ്കര നമ്മളെ എക്സൈറ്റ് ചെയ്തു. സ്പോണ്ടേനിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഏറ്റവും കൂടുതൽ മുകേഷേട്ടനുണ്ട്. പറയുമ്പോഴും അത് ആ ബോർ ഒരു സെക്കൻഡ് പോലും അടുപ്പിക്കാതെ. അപ്പം ഇടയ്ക്ക് നമ്മുടെ മണിയമ്പിള്ള ചേട്ടൻ ഏതോ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പേടിപ്പിക്കുന്ന സംഭവങ്ങൾ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യം എന്തോ പറഞ്ഞപ്പം ഏതോ ഒരു ഹോട്ടൽ റൂമിൽ കണ്ടു ചെന്നപ്പം നമ്മുടെ പണ്ടത്തെ ആക്ട്രസ് മോനിഷയുടെ ഒരു രൂപം കണ്ടു എന്നിട്ട് പേടിച്ചു പോയി. അതെന്നിട്ട് ആരുടെ അടുത്ത് സുഹൃത്തുക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ അങ്ങനെ ലൈഫിൽ എന്തെങ്കിലും പേടിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അല്ല, പേടിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ. ഞാൻ ഇപ്പൊ മണിയമ്പിള്ള രാജുവിന്റെ തന്നെ ഇപ്പൊ അദ്ദേഹത്തെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർത്തത്, നല്ല പേടിച്ചുകൂടിയാ. അതായത് ഇന്ന കാര്യം ഇപ്പൊ എനിക്ക് കള്ളനെ പേടിയാ ആണോ, അപ്പൊ പ്രേതത്തെ പേടിയാ, ഇരുട്ട് പേടിയാ, വന്യമൃഗങ്ങളെ പേടി. ഇതിപ്പോ എല്ലാ കമലഹാസൻ പണ്ട് ചെയ്ത ഒരു റോളുണ്ടല്ലോ, അതേപോലെ എല്ലാം പേടിയാണ്. അപ്പൊ ഇദ്ദേഹം ശരിക്കും വയനാട്ടിലേക്ക് ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ്. അപ്പം കോഴിക്കോട്ട് നിന്ന് ഇങ്ങനെ വയനാട്ട് കുറച്ച് അങ്ങ് സുൽത്താൻ ബത്തേരി പോകണം. അപ്പൊ കേറി വന്നിട്ട് ഒരു ചെറിയ അമ്പലം പോലൊക്കെ ഉള്ളുണ്ട്, ചങ്ങല. അതായത് പണ്ട് ഇത് വയനാട് കാണിച്ചു കൊടുത്ത ആള് എന്താ അങ്ങനെ ഒരു ദുരൂഹമായ കഥയുണ്ട്. അയാളെ തളച്ച് ഇവിടെ പല സന്ദർഭങ്ങളിലും ആൾക്കാർ വരുമ്പം ആക്സിഡന്റ് ആവുന്നുണ്ട്. അപ്പൊ ആരൊക്കെയോ വലിയ മന്ത്രവാദിയെ കൊണ്ടുവന്ന് തളച്ച് ചങ്ങലക്കകത്താക്കി നമ്മൾ കയറി ആ വൈത്തിരിയിൽ കയറുമ്പോഴത്തേക്ക് തന്നെ സൈഡിൽ കാണാം ഒരു അമ്പലവും അവിടെ പൂജയൊക്കെ ഉണ്ട്. അപ്പം പുള്ളി ഇത് കേട്ടിട്ടേ ഉള്ളൂ. പുള്ളി ഡ്രൈവറുടെ അടുത്ത് പറഞ്ഞു, ആ ഭാഗം വരുമ്പോൾ നല്ല സ്പീഡിൽ പോയിക്കൊള്ളണം. അങ്ങോട്ട് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ അമ്പലം കഴിഞ്ഞ് ഒരു 10 കിലോമീറ്റർ ഫുൾ സ്പീഡിൽ പോയിക്കണം. പിന്നെ നമുക്ക് താഴെ സ്പീഡ് കുറയ്ക്കാവും. അതെന്താ സാറേ? അവിടെ അങ്ങനെ ഉണ്ട്, പ്രശ്നമുണ്ട്. ഓ ശരി 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 സാർ ഉറപ്പിച്ച് അങ്ങനെ രാത്രിയിലാണ് തിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മണിയമ്പിള്ള ഉറങ്ങി ഇതെല്ലാം പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ ഹോട്ടലിൽ ചെന്നിട്ട് വിളിച്ചാൽ മതി പറഞ്ഞു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എണീറ്റപ്പോഴത്തേക്ക് വണ്ടി നിൽക്കുക. ഇവൻ എവിടെ പോയി ഡ്രൈവറെ കാണുന്നില്ല. അപ്പോൾ ഡോറ് ഇവന് ആക്സിഡന്റ് ആയി, ഇവന് എന്ത് പറ്റി? ഡോറ് തുറന്നപ്പോൾ ഒരു ചങ്ങല ഡോറി വന്ന് അടിച്ചു. പെട്ടെന്ന് നോക്കുമ്പം മറ്റേവൻ ഇതെല്ലാം മറന്നിട്ട് കാർ അവിടെ അങ്ങോട്ട് ഒതുക്കിയിട്ടിട്ട് മൂത്രമൊഴിക്കാൻ പോയി. വേറെ എവിടെ നിർത്തിയായിരുന്നെങ്കിലും മണിയമ്പിള്ളക്ക് പ്രശ്നമില്ല. ഭയങ്കര നിലവിളിയും ഈ ചങ്ങലക്കകത്ത് കുരുങ്ങി. ഞാൻ ഒന്ന് മൂത്രമൊഴിക്കാൻ പോയി, ഇവിടെ ആവുമ്പോ വണ്ടി ഒതുക്കിയിടാവില്ല. ചങ്ങലയിൽ കുരുങ്ങുക എന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ചു. ഇതിന്റെ ഇടയ്ക്ക് പറയട്ടെ, മണിയമ്പിള്ള രാജുചേട്ടൻ നമ്മുടെ പടത്തിൽ ഗംഭീരമായ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ ഞാൻ പറഞ്ഞ് വിട്ടുപോയതാണ്. വിന്റേജ് മണിയമ്പിള്ള രാജുചേട്ടൻ നിങ്ങൾക്ക് കാണാം. റഷീദിന്റെ ക്യാരക്ടർ അയ്യറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട് ചെയ്തതാണ്. അതുപോലെ ഉർവശി ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഉർവശി ചേച്ചി എനിക്ക് തോന്നുന്നു ഷൈൻ എന്ന് പറയുമ്പോൾ ഒരു വളരെ വാത്സല്യത്തോടു കൂടി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. വാത്സല്യം ഉണ്ടാവുന്നത് ഈ കുട്ടികളുടെ അടുത്താണ്. അതെ, കുട്ടികളുടെ അടുത്ത് തന്നെയാണ് അവർ കുരുത്തക്കേട് നിങ്ങൾ ഓടി ചാടി നടക്കുന്നതല്ലേ. അപ്പൊ ഞാനങ്ങനെ ചാടി ഭക്ഷണം കഴിക്കാൻ നടക്കുന്ന കാരണം എന്നെ വിളിച്ചിരുത്തി ചട്ടിച്ചോറും പൊതിച്ചോറൊക്കെ തരും. മുകേഷേട്ടനെ പറഞ്ഞു ദത്തെടുത്തോളാം, കൂടെ അലൻസിയാറിനും കിട്ടുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇയാളെ ദത്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, അലൻസിയർ ഫ്രീ. ഉർവശി പറഞ്ഞു വേറെ ആര് പറഞ്ഞാലും കേൾക്കും, ഞാൻ പറഞ്ഞ ഷൈൻ കേൾക്കും.
പിന്നാലെ നടന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. നമ്മുടെ വീട്ടിലൊക്കെ കണ്ടിട്ടില്ല, നമ്മുടെ അമ്മമാരല്ലെങ്കിൽ വലിയമ്മമാര് പിന്നാലെ നടത്തി അത് കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. അതങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ അടുത്തും പെരുമാറുമ്പോൾ ഭയങ്കര ഈസി ആയിട്ടാണ്. ഈ സെറ്റുകളിലെ തമാശ എന്നൊക്കെ പറയുമ്പോൾ മോശേട്ടൻ പറഞ്ഞിട്ടുണ്ട് KPSL ഇത് ചേച്ചിയെയൊക്കെ പ്രാങ്ക് ചെയ്ത കാര്യങ്ങളൊക്കെ, പറ്റിച്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ അതല്ലാതെ നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഉർവശി ചേച്ചി അതുപോലെ കാവ്യ ഇവരെയൊക്കെ കുറച്ചുകൂടെ എളുപ്പമായി പറ്റിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല. വലിയ പ്രിപ്പറേഷൻ ചമ്മി അവര് ഇതേപോലെ ബുദ്ധിയുള്ളവർ തന്നെ. അവരുടെ മുകളിൽ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഉർവശി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മളെ ഒരു ചലഞ്ചിങ് പാർട്ടിയാണ്. ഉർവശി ഒരു വയ്യാവേലി പിടിച്ചു വെച്ച ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. 1921 ഷൂട്ടിംഗ് സമയത്താണ്. അപ്പോൾ എല്ലാവരും ഫുൾ ക്രൂ ആണ്. വിശേഷി ഡയറക്ഷൻ എല്ലാവരും ഉണ്ട്, എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. കാരവൻ വന്നിട്ടില്ല, ജനിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കസേര ഇട്ടിട്ടിരുന്നിട്ട് എല്ലാവരും തമ്മിൽ കളിയാക്കലും തമാശ പറച്ചിലും മറ്റേത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. കാര്യം അതിനുള്ള വേദിയുണ്ട്. ഷോട്ടിനകത്ത് ചിലപ്പോൾ 2 പേരായിരിക്കും, പോയി കഴിഞ്ഞാൽ കുറേ നേരം കഴിഞ്ഞാൽ അതുവരെ ഇവിടെ സംഭാഷണമല്ലേ. അപ്പോൾ ഒരു ദിവസം എന്തോ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോയിട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വിട്ടില്ല, പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു മൂഡൗട്ട് നിൽക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ ഉർവശിൻ്റെ അടുത്ത് അത് മൂഷേട്ടൻ കുറേ കസേര അങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുന്നു, അത് പറ്റത്തില്ല, നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രാവിലെ എണീറ്റ് ഇത്രയും 100 ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഉർവശി, എനിക്കിത് തലവേദന എടുക്കുന്നു, ഞാനിങ്ങനെ അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, അതെന്തോ മൂഷേട്ടൻ മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാതെ എന്നെ പിടിച്ച എൻ്റെ കൂട്ടത്തിൽ. എന്നിട്ട് ഞാൻ പറഞ്ഞു സംസാരിക്കും എന്തെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും എന്താ ഇത്രയൊക്കെ ആയല്ലോ, നമ്മൾ ഇച്ചിരി മൂഡ് ഔട്ടായിട്ട് ഇച്ചിരി ഒരു ചേഞ്ചിന് വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചാൽ അതുപോലും നിങ്ങൾ സമ്മതിക്കുന്നില്ല. നമുക്കൊരു ചെറിയ കളി, ഒരു ഗെയിം, അങ്ങനെ വരട്ടെ, അങ്ങനെ സാധനം വരട്ടെ, കണ്ട വന്നപ്പോ കണ്ട ഇൻട്രസ്റ്റ് ആയി. ഞാൻ പറഞ്ഞപ്പം നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ്? അച്ഛനമ്മയും പറയാൻ പറ്റത്തില്ല, സിസ്റ്റേഴ്സ് ബ്രദറിനെയും പറയാൻ പറ്റത്തില്ല, പുറത്ത് സിനിമയാകാം, സിനിമ വെളിയിലാകാം, ഏറ്റവും ഇഷ്ടമുള്ളത് ആരാണ്? ബ്ലഡ് റിലേഷൻ അല്ലാതെ. അപ്പോൾ ആർക്കും ചതിയൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ വേണമെങ്കിൽ പറയാം, ആദ്യം ഉർവശി പറയുന്ന എല്ലാവരും പറയാം ഉർവശി പറയട്ടെ, ഉർവശി ആകുമ്പോഴത്തേക്ക് ഒരു ഉർവശി പറയാം. അപ്പോഴാണ് ഉർവശിക്ക് അതിൻ്റെ ഒരു ചതി മനസ്സിലായത്. അവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഉർവശി അവരെയാണ് ഇഷ്ടപ്പെടുന്നത്. പേര് പറയുന്നു, അവരുടെ പേര് പറയും, ഇതെന്തായാലും എൻ്റെ പേരായിരിക്കും പറയുന്നത്. അതായത് പ്രധാനപ്പെട്ട ആൾക്കാർ മുഴുക്കെ. അപ്പൊ ഉർവശി പറഞ്ഞു ആ കളിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു അത് പറ്റത്തില്ല, കളി തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങളല്ലേ. ഞാൻ പറഞ്ഞു ഞാനിവിടെ വെറുതെ ഇരുന്നില്ല, എന്നെ പിടിച്ചിരുത്തിയിട്ട് കളി തന്നെ. അങ്ങനെ അപ്പം ഷൂട്ടിംഗ് ഒക്കെ സ്റ്റോപ്പാക്കി ഡയറക്ടർ, ക്യാമറാമാൻ, ഹീറോസ് വരുന്നത്. അപ്പൊ ഈ പിന്നെ ഭക്ഷണം കൊണ്ടുവരുന്ന ആള് വരെ നീ ഞാനോ മറ്റോ ആമോ. ഇത് വലിയ എവിടുത്തെ കള, ലോകത്ത് ഇങ്ങനെ ഒരു കളി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞ എന്തായാലും വന്നുപോയി. അപ്പൊ ഒരു കൺസിഡറേഷൻ എഴുതി തന്നാ മതി, പറയാൻ വിഷമം ഉണ്ടെങ്കിൽ എഴുതി എൻ്റെ തന്നാ മതി. ശരി മുകേഷ്. അപ്പൊ എല്ലാവരും ശരിയാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ പേപ്പർ വരുന്നു, എല്ലാവർക്കും ഭയങ്കര ജിജ്ഞാസയായി. ഉർവശി എഴുതി, ഒരു പേരെഴുതി, ഉർവശിയുടെ ഫാദറിന്റെ പേര് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും വേറെ ചിന്തിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരു ന്യായമുണ്ട്. ചവറ VP നായർ എന്ന് എഴുതി എൻ്റെ തന്നു. അപ്പൊ അതോടെ തീരുവാന്ന് പ്രശ്നം. ഞാനിങ്ങനെ എടുത്തു, അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അയ്യോ ഇതാണേ നമുക്ക് ആരാ മനസ്സിലെന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. വീണ്ടും അവിടെ ഐവി ചേച്ചി ആരാന്ന് കംപ്ലീറ്റ് ആൾക്കാര്. ഞാൻ പറഞ്ഞു പറയണം ഇപ്പൊ പറയണം, വായിക്കണം. എന്നാ ഞാൻ അവിടുത്തെ ഈ ഒരു പിന്നെ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു പയ്യന്റെ പേര് പറഞ്ഞു, ജോൺസൺ അങ്ങോട്ട് പോയാണ്. എനിക്ക് ലോട്ടറി അടിച്ചോ, എന്നെയാണോ ഇഷ്ടം? ഉടനെ ഉർവശി പറഞ്ഞു ഭയങ്കര അതല്ല ജോൺസൺ അല്ല. അപ്പം മമ്മൂട്ടി പറഞ്ഞു, സുരേഷ് ഗോപി എല്ലാവരും ഉണ്ട്, എന്തായാലും പറ.
ഞാൻ ഒരു ഡ്രൈവറുണ്ട്, ഒരാളുടെ പേര് ശ്രീധരൻ. ഞാൻ പറഞ്ഞു, ഡ്രൈവർ ശ്രീധരൻ കാറിനകത്തുനിന്ന് ഒരു എന്നിട്ട് കയറി കളഞ്ഞു ഞാൻ. സംശയം ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഭയങ്കര പ്രശ്നമായി. അത്ഭുതം. ഇതെന്തോ ഒരിക്കലും എല്ലാവർക്കും അറിയാം, അത് ശ്രീധരന്റെ പേരെന്തായാലും പറയത്തില്ല. അയാൾ പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്. അയാള് റെഡിയായി, ചെറുപ്പമായി. പറഞ്ഞ പണ്ട് മുതലേ എന്നെ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ അവസാനം ഉർവശിയുടെ ഒരു നിലവിളി കേട്ടിട്ട് ഞാൻ പറഞ്ഞു, ചവറ VP നായരാ എഴുതിയത്, എല്ലാവരും വിട്ടുകള, മസിൽ വിട്. അപ്പൊ ടൈലന്റ് എന്ന് പറയുന്നത് ഉർവശി എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ പോയിരുന്നു, ഇവിടെ വേണ്ട, അവിടെ പോയിരുന്നു ചിന്തിക്കുക എന്താണ് ചെയ്യുന്നത്. അയ്യോ, ലൊക്കേഷനിൽ ഞങ്ങൾ ഫണ്ണില്ല, ഇല്ല, പ്രവൃത്തി മാത്രമേ ഉള്ളൂ. ഷൂട്ട് കഴിഞ്ഞിട്ട് അടിപൊളിയായിരുന്നു. ഓരോരുത്തർക്കും അറിയുള്ളൂ, ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടായിരുന്നു. ഇല്ല, പണ്ടത്തെ പോലെ ഇപ്പം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിനകത്ത് വരുമല്ലോ. അപ്പൊ തലേ ദിവസം രാത്രി എന്നൊക്കെ പറഞ്ഞ് ചില അല്ല, ഇൻസ്റ്റയിൽ അപ്പൊ തന്നെ വരുമല്ലോ വീഡിയോസ്. മറ്റേ ഷൈൻ ടോംസ് ഒക്കെ ആയിരുന്നു ഇങ്ങനെ നിന്നത്. കൂടുതൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ നമ്മൾ പോകുന്നത് നമ്മുടെ നാട്ടിൽ കാണാൻ പാടില്ലാത്തതും കാണാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. അവിടെ പോവാതെ നമ്മൾ വീണ്ടും മുറിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് എന്താ കാര്യം ദുബായി പോയിട്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ചിലവരെ ദുബായി പോയി എന്നിട്ട് മുറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങില്ല. പ്രൊമോഷന് സുധീർ കരമനെ കൊണ്ടുവന്നാ പറയുന്നത്. ഷൈൻ്റെ കൂടെ സുധീർ 7-8 പോണോ പ്രൊമോഷനെ? നമുക്ക് നിക്കി ബീച്ചിൽ പോവാം. ജുമേറയില് നീന്തലും പഠിക്കാൻ പഠിക്കാനല്ല, ഡേ ക്ലബിങ്. ഡേ ക്ലബിങ്. നമുക്ക് ആ വിഷയത്തിലേക്ക് മാറാം. നിഷാദ്, ഓൾ ദ വെരി ബെസ്റ്റ് ടു യു, ടു ദ എൻറ്റയർ ക്രൂ. വളരെ നല്ല സ്ട്രോങ് ഒരു ക്രൂ ആണ് ഉള്ളത്. അതുപോലെ തന്നെ വളരെ രസകരമായിട്ട് വളരെ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ആക്ടേഴ്സുമാണ് ഈ സിനിമയിലുള്ളത്. കുറച്ച് പേരെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഗംഭീര മൂവി ആവട്ടെ. ഈ ഒരു ഹൈപ്പ് ഇതേപോലെ തന്നെ വന്ന് തിയേറ്ററിൽ അടിപൊളി ഒരു മൂവി ആവട്ടെ. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫൺ നർമ്മത്തിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലാക്കി ഒരു മൂവി. ഓൾ ദി വെരി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു.